ദാനിയേലിൻ്റെ 70 ആഴ്ചകൾ എന്നതിനെക്കുറിച്ചാണ് ഇന്ന് അറിയിക്കാൻ പോകുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിലുള്ള വചനങ്ങളാണ് അറിയിക്കുന്നത്. ഇവിടെ ദാനിയേൽ അടക്കമുള്ള ഇസ്രായേലിയർ ബാബിലോണിൽ പ്രവാസത്തിലിരിക്കുന്ന കാലഘട്ടമാണ്. അതായത് ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ രണ്ടാമൻ്റെ ആക്രമണത്താൽ തങ്ങളുടെ യെരുശലേം ദേവാലയവും യെരുശലേം രാജ്യവും ഇസ്രായേൽ രാജ്യവും നശിപ്പിക്കപ്പെട്ട് അവരെ പ്രവാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ അവർ പ്രവാസികളെ കഴിച്ചു കൂട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാത്തതിനാൽ അവർക്കിങ്ങനെ സംഭവിച്ചു എന്ന് അവർ ഇവിടെ വെച്ചവർ ഉണരുകയാണ്. ദാനിയേൽ വളരെ ആദിയിൽ തങ്ങളുടെ ജനത്തിനു വേണ്ടി അവർ ചെയ്ത പാവങ്ങൾക്ക് വേണ്ടി തൻ്റെ പാവത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. 8 വട്ടം ഉപവസിച്ചും വെണ്ണീരിലിരുന്നും ആണ് താൻ തൻ്റെ ദൈവത്തോട് യഹോവയോട് കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പ്രാർത്ഥനയുടെ സമയം ആദ്യമെങ്കിൽ വളരെ ക്ഷീണിതനായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേൽ അവന് ദർശനത്തിൽ വന്നു. പ്രാർത്ഥനയുടെ സന്ധ്യായാഗത്തിൽ തന്നെ ദർശനമുണ്ടായി. ഗബ്രിയേൽ ദാനിയേലിനോട് പറഞ്ഞത് ഇക്കാര്യമാണ്: ദൈവത്തിന് നീ പ്രിയപ്പെട്ടവനാകിയാൽ നിൻ്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ നിൻ്റെ യാചന കേട്ടു, കൽപ്പന പുറപ്പെട്ടു. ആ കൽപ്പന, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് ദാനിയേലിനോട് പറയാനുള്ളത് എന്നുള്ളതാണ്. ഗബ്രിയേൽ ദൂതൻ ഇങ്ങനെ പറഞ്ഞു. അതായത് നീ ശ്രദ്ധിച്ചു കേൾക്കുക, ഗ്രഹിക്കുക. അതിക്രമങ്ങളെ തടസ്സപ്പെടുത്തി പാവങ്ങളെ മുദ്രയിടുകയും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനിധി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും വിശുദ്ധനായവനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഇതാണ് ദൈവത്തിന് ഗബ്രിയേൽ ദൂതൻ വഴി ദാനിയേലിനോട് പറയാനുള്ളത്. 70 ആഴ്ചവട്ടം, അതായത് ഒരാഴ്ചവട്ടം എന്നുള്ളത് 7 വർഷമാണ്. അങ്ങനെ 70 ആഴ്ചവട്ടം എന്നത് 490 വർഷങ്ങളാണ്. അത് 3 ഘട്ടങ്ങളായിട്ടാണ് ഈ 70 ആഴ്ചവട്ടം നിർണയിച്ചിരിക്കുന്നത്. 7 ആഴ്ചകൾ
അതായത് യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി അത് പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരുന്നവരെ. രണ്ടാമത്തത് 62 ആഴ്ചകൾ, അതായത് 434 വർഷങ്ങൾ. അതിൻ്റെ ഭീതികളും കിടങ്ങുകളും അതിൻ്റെ കഷ്ടകാലത്ത് തന്നെ പണിയും. അത് ഈ കാലഘട്ടത്തിലാണ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളും മറ്റും ഉണ്ടാകുന്നത്. 72 ആഴ്ചവട്ടം കഴിയുമ്പോഴോ അഭിഷിക്തനായവൻ ഛേദിക്കപ്പെടും, അവൻ ആരും ഇല്ലാതെയാവും. അതായത് ഇവിടെ അഭിഷിക്തൻ ആയവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെയാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണമാണ് ആ ഛേദിക്കപ്പെടുന്നത്. പിന്നീട് വരുവാനിക്കുന്ന പ്രഭു യെരൂശലേം എന്ന വിശുദ്ധൻ നശിപ്പിക്കും, അതിൻ്റെ ആലയം നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയമായിരിക്കും എന്നുണ്ട്. ഇവിടെ നാനൂറ്റി 83 വർഷം കഴിഞ്ഞു. അതായത് 483 വർഷം കഴിഞ്ഞു. ആദ്യത്തെ ഘട്ടത്തിൽ 7 ആഴ്ചകൾ, പിന്നീട് 62 ആഴ്ചകൾ, അതായത് 69 ആഴ്ചകൾ, 483 വർഷങ്ങൾ. ബാക്കിയുള്ളത് ഒരാഴ്ചയാണ്, അതായത് 7 വർഷങ്ങൾ. അത് അന്തിക്രിസ്തുവിൻ്റെ കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് കഷ്ടകാലം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ അവൻ പലരോടും അവൻ്റെ നിയമം ഘടിപ്പിക്കും. 7 വർഷത്തിൻ്റെ മധ്യത്തിൽ അവൻ ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും നിർത്തലാക്കും. മ്ലേച്ഛതയുടെ ചിറകിന്മേൽ ശൂന്യമായവൻ വരും. നിർണയിക്കപ്പെട്ട സമാപ്തിയോളം ശൂന്യമാക്കപ്പെട്ടവൻ്റെ മേൽ കോപം ചൊരിയും. ഇത് അന്തിക്രിസ്തുവിൻ്റെ കാലവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് അവന് നിശ്ചയിച്ചിട്ടുള്ളത് 7 വർഷമാണ്. അങ്ങനെ 490 വർഷമാണ് ദാനിയേലിൻ്റെ 70 ആഴ്ചകൾ. ഇവിടെ യെരൂശലേം ദേവാലയത്തെക്കുറിച്ചും അതുപോലെ അവർ നഷ്ടപ്പെട്ട യെരൂശലേം വിശുദ്ധ നഗരത്തെക്കുറിച്ചും അറിയിച്ചിട്ടുണ്ട്. ശരിയായിട്ട് അവർ പ്രവാസത്തിലായിരിക്കുമ്പോൾ ദൈവകൽപ്പനയാൽ അന്നത്തെ രാജാവായ സൈറസിൻ്റെ കാലഘട്ടത്തിൽ ദൈവകൽപ്പനയുണ്ടായി. ആ കൽപ്പനയാൽ കുറച്ച് പേർ ദൈവാലയം പണിയാനായിട്ട് അവർ യെരൂശലേമിലേക്ക് അയക്കുകയുണ്ടായി. അങ്ങനെ BC 536 അവർ അതിൻ്റെ റീബിൽഡിംഗ് ആരംഭിച്ചു. പക്ഷേ ചില ആഭ്യന്തര വെല്ലുവിളികളും അയൽക്കൂട്ടങ്ങളുടെ കലഹങ്ങളും കാരണം ആ പണി അവർക്ക് നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് BC 520 ദാരിയോസ് രാജാവ്, പേർഷ്യൻ രാജാവ് ദാരിയോസിൻ്റെ കാലഘട്ടത്തിൽ വീണ്ടും അത് പണിയാൻ ആരംഭിച്ചു. അതായത് ദാരിയോസിൻ്റെ കൽപ്പനകളാലും സക്കറിയ പ്രവാചകൻ, സഖായി പ്രവാചകൻ എന്നിവരുടെ പ്രോത്സാഹനത്താലും 520 വീണ്ടും പണി ആരംഭിച്ചു. അത് പിന്നീട്
BC 516 അത് പണി പൂർത്തിയാക്കി സമർപ്പിച്ചു. 20 വർഷമാണ് അതിൻ്റെ, അതായത് 530 ആരംഭിച്ച പണി ഇടയിൽ തടസ്സങ്ങളുണ്ടായി. വീണ്ടും അത് 520 ആരംഭിച്ച് 516 സമർപ്പിക്കുമ്പോൾ അത് പണിപ്പെട്ട കാലഘട്ടം 20 വർഷം എടുത്തു. ഇപ്പോൾ ബാബിലോണയിൽ സൈറസ് രാജാവ്, ദാരിയോസ് രാജാവ്, ഇവരൊക്കെ നെബൂഖദ്നേസറിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഈ പേർഷ്യ രാജാക്കന്മാർ ബാബിലോണിയ ആക്രമിക്കപ്പെട്ട് ബാബിലോണിയ ഇവരുടെ അധീനതയിലായി മാറിയ കാലഘട്ടത്തിലാണ് ഈ ദേവാലയം വീണ്ടും പണിയപ്പെടുന്നത്. 516 ശേഷം ഹെരോദ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ, അതായത് BC 37 മുതൽ BC 4 വരെ, ഇതാണ് ഹെരോദ് രാജാവിൻ്റെ കാലഘട്ടം. ഈ കാലഘട്ടത്തിനുള്ളിൽ 20 BC 20 മുതൽ 19 ഈ ഒരു വർഷം ഹെരോദ് രാജാവ് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു. അതായത് അതിൻ്റെ റിനോവേഷൻ ചെയ്തു. എല്ലാ അർത്ഥത്തിലും അതിൻ്റെ, അതായത് അന്ന് റോമൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു ഇസ്രായേൽ. ആ കാലഘട്ടത്തിലാണ് ഹെരോദ് രാജാവ് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നത്, അത് നവീകരിക്കുന്നത്, ഇന്നോവേഷൻ. എല്ലാ അർത്ഥത്തിലും അത് റോമൻ സാമ്രാജ്യത്തിൻ്റെ വാസ്തുവിദ്യ അനുസരിച്ച് ആണ് അതിൻ്റെ നവീകരണം ചെയ്യുന്നത്. അന്നത്തെ കാലത്തിൽ എല്ലാ അർത്ഥത്തിലും ഒരു മികച്ച, ആകർഷണീയമായ, ഒരു മഹത്വപൂർണ്ണമായ ഒരു ദേവാലയമായി ഹെരോദിൻ്റെ കാലത്ത് അത് നിർമ്മിക്കപ്പെട്ടു. അതിനാൽ അത് ഹെരോദ് രാജാവിൻ്റെ ആലയമായി അറിയപ്പെട്ടു എല്ലാ അർത്ഥത്തിലും. പക്ഷേ BC 516 അത് സമർപ്പിക്കട്ടെങ്കിലും അതിൻ്റെ പൂർത്തിയാക്കപ്പെട്ട കാലം BC 516 ആണെങ്കിലും, എന്നാൽ ഹെരോദ് രാജാവിൻ്റെ ആലയമായിട്ടാണ് അത് അറിയപ്പെടുന്നത്. കാരണം അതിൻ്റെ പുതുക്കി പണിയുന്നത് വളരെ മികച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ BC 4 ശേഷം, BC 4 ഹെരോദ് രാജാവ് മരിക്കുന്നു. ജീസസ് ജനിക്കുന്നത് BC 4 4 ശേഷം വീണ്ടും അതിൻ്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ മൊത്തം ആ ദേവാലയം അതിൻ്റെ എല്ലാ പണികളും പൂർത്തിയാക്കാൻ 46 വർഷം എടുത്തു. പിന്നെ ജീസസ് മരിക്കുന്നത് BC 33 അതായത് 33 വർഷമാണ് ജീസസ് ജീവിച്ചിരുന്ന കാലം. അപ്പോൾ ഒരു 34 BC 34 എന്ന് പറയാം. പിന്നെ വീണ്ടും അത് BC AD 70 വീണ്ടും റോമാക്കാർ അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് യെരുശലേം ദേവാലയത്തിൻ്റെ, രണ്ടാമത്തെ ദേവാലയത്തിൻ്റെ നശിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഇനിയാണ്. ഇനി നമുക്ക് വരാനുള്ള ദാനിയേലിൻ്റെ ഒരാഴ്ച കാലഘട്ടം അത് കാത്തിരിക്കാം. അതൊരു വലിയൊരു കാലഘട്ടമാണ്. വലിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കഷ്ടകാലമാണ്. അത് യേശുക്രിസ്തുവിൻ്റെ, അതിന് മുൻപായിട്ട് യേശുക്രിസ്തു വിപ്രാവണം ഉണ്ടാകും. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും എടുത്തുകൊള്ളപ്പെടും. അതിനുശേഷം ആണ് ദാനിയേലിൻ്റെ അവസാനത്തെ ഒരാഴ്ച വരുന്നത്.
ആൻറ്റിക്രിസ്റ്റിൻ്റെ കാലഘട്ടം അത് നിവൃത്തിയാകുന്നത് കാണാം.